İnkılap Zindabad, İnkılap Zindabad, İnkılap Zindabad, İnkılap Zindabad, AKPR Zindabad, AKPR Zindabad, AKPR Zindabad, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. ഇല്ല ഇല്ല മരിക്കില്ല, ഇല്ല ഇല്ല മരിക്കില്ല, ഇല്ല ഇല്ല മരിക്കില്ല, ഇല്ല ഇല്ല മരിക്കില്ല, രക്തസാക്ഷി മരിക്കില്ല, രക്തസാക്ഷി മരിക്കില്ല, രക്തസാക്ഷി മരിക്കില്ല, രക്തസാക്ഷി മരിക്കില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. AKPR സിന്ദാബാദ്, AKPR സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക തണൽ വിരിയും, രക്തപതാക തണലിൽ വിരിയും, രക്തപതാക തണൽ വിരിയും, രക്തപതാക തണലിൽ വിരിയും. വർഗവികാരം സിന്ദാബാദ്, വർഗവികാരം സിന്ദാബാദ്, വർഗവികാരം സിന്ദാബാദ്, വർഗവികാരം സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ്. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, AKPR സിന്ദാബാദ്, AKPR സിന്ദാബാദ്, AKPR സിന്ദാബാദ്, AKPR സിന്ദാബാദ്. മാനവരാശിയുടെ മോചനത്തിനും സ്വാതന്ത്ര്യത്തിനും ലോക സമാധാനത്തിനും വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരരക്തസാക്ഷികളുടെ വീരസ്മരണയ്ക്ക് മുമ്പിൽ ഈ സമ്മേളനം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിന് സെക്രട്ടറി ഗോകുലിനെ സഖാക്കളെ, സമയബന്ധിതമായിട്ട് ഇത് പൂർത്തിയാക്കണം എന്നുള്ളതുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശല്യം സഹിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇനിയൊരു ശത്രുത അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ കാണേണ്ട കാര്യമില്ല. നമ്മളെ സഹായിക്കാൻ കഴിയുന്ന സംഘടന ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ് എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പൂർവ്വ സംഘടനയായിട്ടുള്ള ബെഫിയിലേക്ക് അവർ വരാൻ തയ്യാറാവുകയും ഇന്ന് കേരളത്തിൽ ശ്രദ്ധേയമായിട്ടൊരു മുന്നേറ്റം ആ രംഗത്ത് തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ അധികരിച്ചുകൊണ്ട് സംഘടിപ്പിക്കാൻ ഈ മേഖലയിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബാങ്കിങ് സ്വകാര്യവൽക്കരണം ഗവൺമെന്റ് ഉപേക്ഷിച്ചിട്ടില്ല. പൊതുവിൽ ആ അജണ്ട വലിയ തോതിൽ ഗവൺമെന്റ് മുറുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യവൽക്കരണം എന്നുള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രാന്തമായ സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണ നയങ്ങൾ ആരംഭിച്ച 90-കൾക്ക് ശേഷം വളരെ സജീവമായി BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ രംഗത്ത് അവർ വലിയ മുന്നേറ്റമാണ് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിലവിലുള്ള ബാങ്കുകൾ 18 ബാങ്കുകൾ ഉണ്ടായിരുന്നത് 12 ബാങ്കുകളാക്കി മാറ്റുകയും അതും അതിനേക്കാൾ പിന്നെയും ഡൗൺ സൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നമുക്കിതാണ് 30% അസംബ്ലിയുടെ കാര്യത്തിലും ഈ സ്ഥിതിവിശേഷമുണ്ട്. 4 സീറ്റ് നമ്മുടെ കയ്യിലാണെങ്കിൽ മഹാഭൂരിപക്ഷം. എറണാകുളം ജില്ലയിലെ പ്രവർത്തകരാണ് നിങ്ങൾ എല്ലാവരും തന്നെ ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ വേറെ സ്ഥലങ്ങളിലാണെങ്കിലും ഇവിടെ വന്ന് ജോലിയായി സെറ്റിൽഡായി മക്കളിവിടെ വിദ്യാഭ്യാസം ചെയ്തു ഇവിടെ ജോലിയായി അങ്ങനെ നിൽക്കുന്നവരാണ്. ഈ ഇലക്ഷനിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ബോധപൂർവം തന്നെ ഇതിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം, നല്ല ഡ്രൈവ് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകമായൊരു പ്രാർത്ഥനയിലൂടെ ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പിന്നെ മലയാളം അറിയാവുന്ന ആനയെ മുഴുവൻ തെരുക്കൊളിപ്പിക്കേണ്ട കാര്യമുണ്ട്. പ്രയോഗവും ആനയെ തെരുക്കൊളിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞങ്ങളെയാണോ ഇനിയിപ്പോൾ സഖാവ് പഠിപ്പിക്കാമെന്നല്ല, പഠിപ്പിക്കേണ്ട നമ്മുടെ തലമുറ പഠിച്ചു വരട്ടെ. നമ്മൾക്ക് ആവശ്യമായിട്ട് ഡിക്റ്റേഷൻ കൊടുക്കാമല്ലോ. സ്പൂൺ ഫീഡിങ് എപ്പോഴും എല്ലാ കാര്യത്തിലും ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ പറഞ്ഞത്. ഉച്ചവരെയാണ് ഉദ്ഘാടന പ്രാസംഗികൻ ഏതാണ്ട് കൃത്യമായ മെസ്സേജ് നൽകിയിട്ടുണ്ട്. ഞാനും ശർമ്മയുമാണെങ്കിൽ നിത്യഹരിത നായകന്മാരായിട്ട് ഈ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പ്രതിമാസ അല്ലേ 18-ാം തീയതി കഴിഞ്ഞോളൂ. അപ്പം അതുകൊണ്ട് വീണ്ടും
എന്നെ വിളിച്ചപ്പോൾ 2 വാക്ക് സംസാരിക്കുമ്പോൾ പറയാനുള്ളത്, ഇന്നത്തെ രാജ്യത്തെ സാമ്പത്തിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിർവഹിച്ചതിന് ശേഷം വിരമിച്ച് നമ്മുടേതായ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ വിഷയത്തെ 23 കണ്ണൂർ, ഇനി തിരുവനന്തപുരത്ത് 9-10 തീയതികളിൽ 2025 നടക്കാൻ പോകും. AKPRF സംഘടനാ പ്രവർത്തനങ്ങളിൽ CJ നന്ദകുമാർ പറഞ്ഞപ്പോൾ കുറച്ചൊരു അഭിമാനത്തോടും ആദ്യം പറഞ്ഞ അഭിമാനത്തോടും ആവേശത്തോടും കേട്ടിട്ടുണ്ട്. പക്ഷെ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം, നമ്മൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ഗൗരവം കാണുമ്പോൾ ഭയമൊന്നുമില്ല. കാരണം നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മളൊരുമിച്ച് നമ്മുടെ സംഘടന AKPRF എന്ന സംഘടന എന്ന നിലയിൽ പ്രവർത്തിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. അവരെ പോലുള്ളവരുടെ സഹായം തീർച്ചയായിട്ടും എറണാകുളത്തെ അഫിലിയേറ്റഡ് യൂണിറ്റുകളുണ്ട്. KGPRF, SPRF, CBRF, അങ്ങനെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, ഫെഡറൽ ബാങ്ക്, HDFC ബാങ്ക്, അങ്ങനെ 9 സംഘടനകൾ അഫിലിയേറ്റ് ചെയ്ത സംഘടനകളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സംഘടനകൾ അഫിലിയേറ്റ് ചെയ്ത സംഘടനകൾ ഡയറക്ട് മെമ്പർഷിപ്പും കൂടി ചേർന്നതാണ് നമ്മുടെ സംഘടനാ രൂപം. 14 ജില്ലാ കമ്മിറ്റികൾ നന്നായി പ്രവർത്തിക്കുന്ന 14 ജില്ലാ കമ്മിറ്റികൾ. പിന്നെ ഉള്ളത് സജീവമായ മുദ്രാവാക്യമായി വരാതിരുന്ന ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ റിവിഷൻ എന്നത് വളരെ ശക്തമായ ഒരു ഡിമാൻഡായി, എല്ലാവരും ഉയർത്തുന്ന ഒരു ഡിമാൻഡായി. സംഘടനാപരമായി ചെയ്യാവുന്ന ജോലികൾ മുഴുവൻ നമ്മൾ ചെയ്തിട്ടാണ്. അപ്പോൾ സംഘടനാപരമായി മാത്രമായിട്ട് നടക്കുന്നില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ നിയമപരമായി കൂടി അതിനെ സമീപിക്കാൻ തീരുമാനം. അപ്പോൾ അതിന് നമ്മളൊരു ലീഗൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വന്നൊരു ആക്ച്വൽ കാൽക്കുലേഷൻ വന്നാൽ സ്വാഭാവികമായും പെൻഷൻ റിവേഴ്സ് ചെയ്യേണ്ടി വരും എന്നാണ്. എന്ന് അവർക്ക് അറിയാവുന്നുള്ളത് കൊണ്ടാകാം അങ്ങനെ ചെയ്തിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് നമ്മുടെ ആവശ്യം ബേസിക് പ്രീമിയം ബാങ്ക് കൊടുക്കണം. 2 ലക്ഷം 3 ലക്ഷം എന്നുള്ളത് കൊടുക്കുക, ബേസിക് പ്രീമിയം ബാങ്ക് കൊടുക്കുക, വേണ്ടി വരുന്ന ടോപ്പപ്പ് ആവശ്യമുള്ളവർ ചെയ്യുക. എറണാകുളം ആശിർ ഭവനിൽ വെച്ചിട്ടാണ് നമ്മുടെ സംഘടനയായിട്ടുള്ള AKPRF രൂപീകരിക്കപ്പെടുന്നത്. നമ്മുടെ എറണാകുളത്ത് വെച്ചാണത് കണ്ടക്ട് ചെയ്ത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. പ്രവർത്തക സമിതി അംഗങ്ങളുടെ ലിസ്റ്റ് ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉള്ള കാലയളവിലെ സംഘടനാ റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം AKPRFിൻ്റെ ഒരു പ്രതിഷേധ ധർണ നമ്മൾ കണ്ടക്ട് ചെയ്തതാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജില്ലയിലുള്ള എല്ലാ അംഗങ്ങളെയും സ്പർശിച്ചുകൊണ്ടും ആ പ്രദേശങ്ങളെ മുഴുവനും വ്യാപകമായി ഈ പ്രതിഷേധ പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നടന്നിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയത് AKPRFിൻ്റെ ഒരു തനത് പരിപാടിയായിട്ട് നമ്മൾ ചെയ്തൊരു കാര്യമാണ്. അത് നമ്മുടെ ആദ്യത്തെ പരിപാടി നമ്മൾ പറവൂർ വെച്ചിട്ടാണ് നടത്തിയത്. തുടർന്ന് ആലുവ, പിന്നെ മൂവാറ്റുപുഴ, തൃപ്പൂണിത്തുറ, അവസാനം അതിൻ്റെ ഒരു കൾമിനേഷൻ പ്രോഗ്രാമായിട്ട് നമ്മൾ എറണാകുളം ബ്രോഡ്വേ ബ്രാഞ്ചിൻ്റെ മുമ്പിൽ മറൈൻ ഡ്രൈവിലുള്ള 2/2/24 ആ പ്രോഗ്രാം അവിടെ കണ്ടക്ട് ചെയ്ത് 7,61,711.22 ബെനവലൻ ഫണ്ട് 2 ബെനവലൻ ഫണ്ട് ഉണ്ട്. ബെനവലൻ ഫണ്ടിലെ റെസീപ്റ്റ് സൈഡിൽ വരുന്ന 5,000 രൂപ. അതുപോലെ പേയ്മെൻറ്റ് സൈഡിൽ ബാങ്ക് ചാർജസ് 868.40, ഭൂട്ടാൻ ടവർ 5,04,571, ചാരിറ്റി ഫണ്ട് 2 പേർക്ക് കൊടുത്ത ഗൗരവം പറഞ്ഞാൽ കഴിഞ്ഞ വീട് 2 പേർക്ക് കൊടുത്തിരിക്കുന്ന തുകയാണ് 25,000 രൂപ വീതം. അതിൻ്റെ എക്സ്പെൻസ് ഇനത്തിൽ നമുക്ക് സ്റ്റേറ്റിൽ സെറ്റിൽമെൻറ്റ് കിട്ടേണ്ട തുകയിൽപ്പെടുത്തിയിരിക്കുക ആ പീരീഡിൽ ആ പീരീഡിൽ. പ്രിയ സഹകളെ, നമ്മുടെ ഏറ്റവും അടുത്ത പ്രമേയം ബാങ്കിങ് മേഖലയിൽ പെൻഷൻ റിവിഷൻ നടപ്പിലാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഒരൊറ്റ ഡിമാൻഡാണ് നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഡിമാൻഡ്, ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. അനേകം സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. വേറൊരു റിട്ടയർഡ് സംഘടനകളും എല്ലാവരും ഉറക്കം തൂക്കി ഇരിക്കുകയും ചെയ്യാറുണ്ട്. എനിക്കിവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് IOB സമരത്തിൽ തൊഴിലുടമ എന്ന നിലയിൽ വിരമിച്ച ജീവനക്കാരോടും തുല്യ പരിഗണന കാണിക്കാൻ ബാധ്യസ്ഥമാണ്. സർവീസുള്ള ജീവനക്കാരുടെ എന്ന പോലെ
ബാങ്കുകളിൽ നിന്ന് വിരമിച്ചവരുടെയും വാർഷിക മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അതത് ബാങ്കുകൾ തന്നെ വഹിക്കണമെന്ന് 2025 ആഗസ്റ്റ് 23 എറണാകുളത്ത് നടക്കുന്ന AKBRFന്റെ 7ാം ജില്ലാ സമ്മേളനം ബാങ്ക് അധികാരികളോട് ആവശ്യപ്പെടുന്നു. എല്ലാ മാസവും കൃത്യമായിട്ട് അംഗങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് യോഗങ്ങൾ നടത്തുകയും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുവാൻ ഈ ജില്ലാ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ബാങ്കിൽ ഇപ്പോൾ താൽക്കാലിക ജീവനക്കാരെ കൊണ്ട് ആണിപ്പോൾ ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ താൽക്കാലിക ജീവനക്കാർ കൊടിയ ചൂഷണത്തിന് ഇരയാവുന്ന ഒരു വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇവരെ സംഘടിപ്പിക്കുന്നത് ഏറ്റവും താല്പര്യം കാണിച്ചുള്ള നമ്മൾ ഒരു അംഗങ്ങളായിട്ടുള്ളവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഉത്തരവാദിത്വം, ഇവരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. എല്ലാത്തിനും മുൻപിൽ ഇരിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെ മുൻപോട്ട് വിളിക്കുന്ന ആ മനോഭാവം നമുക്ക് എന്നും എക്കാലത്തും പ്രചോദനമായിരിക്കട്ടെ. നമ്മുടെ റിപ്പോർട്ട് അവതരിപ്പിച്ച സെക്രട്ടറിയുടെ പേഴ്സണൽ ടച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമുണ്ട്. കേരള ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ്റെ ഫണ്ട് മാനേജ്മെൻറ്റും പെൻഷൻ വിതരണവും കേരള ബാങ്ക് ഏറ്റെടുക്കണമെന്നാണ് ഈ പ്രമേയത്തിൽ കൂടി പ്രതിപാദിക്കുന്നത്. കൂടുതലായി യാതൊരുവിധ ചെലവുകളും ബാങ്കിന് ഉണ്ടാകുന്നുമില്ല. ഈ സാഹചര്യത്തിൽ കേരള ബാങ്ക് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പെൻഷൻ വിതരണ ചുമതലയും ഫണ്ട് മാനേജ്മെന്റ് ചുമതലയും വിദഗ്ധ സമിതി ശുപാർശ സ്വീകരിച്ച് കേരള ബാങ്കിലേക്ക് മാറ്റണമെന്ന് കേരള ബാങ്ക് റിട്ടയറീസ് ഫോറം 7ാം ജില്ലാ സമ്മേളനം കേരള സർക്കാരിനോടും ബാങ്ക് ഭരണ സമിതിയോടും അഭ്യർത്ഥിക്കുന്നു. ഈ റിപ്പോർട്ട് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിനെ സംബന്ധിച്ചോളം ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും അതിനകത്ത് സ്പഷ്ടമായിട്ട് പ്രതിപാദിച്ചു. ഇവിടെയൊക്കെ ഇരുന്നതിൻ്റെ മധുരസ്മരണകളിൽ ഇങ്ങനെ കഴിയുകയാണ്. 2-3 വർഷമായി ഇടവേളയിട്ട് ആദ്യമേ പ്രമേയത്തിന് സമ്പൂർണ്ണമായി പിന്തുണയ്ക്കും. ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. ചർച്ച എന്നുള്ള എൻ്റെ ഉദ്ദേശമല്ല. AKBRF എന്ന് പറയുന്നത് നമ്മളുടെ പെൻഷൻ മാത്രം കൂട്ടി നമ്മളുടെ കാര്യങ്ങൾ മാത്രം നടത്തുന്ന അല്ലാതെ ഇത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനം എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു നിർദ്ദേശം വെക്കുന്നത്. നമ്മുടെ ഈ കണക്കിൽ ഭൂട്ടാൻ ടൂർ 5,04,571 രൂപ ചെലവ് കാണിച്ചിട്ടുണ്ട്. ടൂർ ഇനത്തിൽ എത്ര കിട്ടി എന്നുള്ളത് റെസീറ്റിൽ കാണുന്നതായിട്ട് കണ്ടില്ല. അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു പ്രമേയമാണ്. പ്രമേയം നമ്പർ 5. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ ഇടപെടലുകളും നടപടികളും അവസാനിപ്പിക്കുക എന്നുള്ളത്. കാർഷിക രാജ്യമായിട്ടുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സഹകരണ മേഖലയ്ക്ക് വളരെ പ്രസക്തിയാണുള്ളത്. ഇതാരും കാര്യമായി ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വിഷയമായതുകൊണ്ടാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 25/3/25 ഒരു ഫൈനാൻസ് ബില്ല് പ്രസൻറ്റ് ചെയ്തു. അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പോലെ പെൻഷൻ റെഗുലേഷൻ ഒരു നിയമമാണ് കൊണ്ടത്. നമ്മൾ സാധാരണ എപ്പോഴും പറയും നമ്മുടെ ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ റിവൈസ് ചെയ്യണം, നമ്മളുടെ അപാകതകൾ പരിഷ്കരിക്കണം എല്ലാം പറയുമ്പോൾ നമ്മൾ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയായി പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരെയും സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരെയും പെൻഷനാണ്. ഈ ബില്ലിലുള്ള ഏറ്റവും വലിയ കെണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു വാലിഡേഷൻ ഡേറ്റ് എന്ന് പറയുന്നുണ്ട്. ഒരു വാലിഡേഷൻ ഡേറ്റ് നിങ്ങൾ റിട്ടയർ ആയ ഡേറ്റോ അല്ലെങ്കിൽ അതിന് മുമ്പ് കൊണ്ടുവന്നിരുന്ന ഇതിൻ്റെ അമെൻമെൻറ്റോ ആണ്. 12ാം ഉഭയകക്ഷി കരാർ പ്രകാരമുള്ള എക്സ്ഗ്രേഷ്യ സ്വകാര്യ ബാങ്ക് പെൻഷൻകാർക്കും അനുവദിക്കുക. 8/3/2024 ഒപ്പുവെച്ച 12ാം ഉഭയകക്ഷി കരാറിലാണ് പെൻഷൻ പരിഷ്കരണത്തിന് പകരമെന്ന് പറയാതെ തന്നെ ബാങ്ക് പെൻഷൻകാർക്ക് എക്സ്ഗ്രേഷ്യ അനുവദിച്ചത്. പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതി മുമ്പാകെ നിലനിൽക്കുന്ന വ്യവഹാരങ്ങളിൽ ബാങ്ക് ഉടമകളുടെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ അറിവിലേക്ക് പെട്ടത് മൂലം നമ്മൾ ഇടപെട്ട കേസാണ്. അവിടെ ഈ ഇഷ്യൂസ് റേസ് ചെയ്യാനൊരു സംഘടന പോലുമില്ല. ഒരു സംഘടന അത്രയേറെ ദുർബലമായ ഒരു അവസ്ഥയിൽ നിന്നൊരു സംഘടനയാണ്. അപ്പോൾ അതിനകത്ത് ഈ കേസിനാസ്പദമായ കാര്യങ്ങൾ നടന്ന് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് പുറത്തറിയുന്നത് പോലും. അവസാന നടപടികളിലേക്ക് കടക്കുകയാണ്. ഉപസംഹാരമായി ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. എൻ്റെ നേരെ
ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തവരായാലും ശരി, മറ്റ് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് റിട്ടയർ ചെയ്തവരായാലും ശരി, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒട്ടേറെ വിവേചനങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതിനെതിരെ പോരാട്ടമല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റു വഴികളില്ല. അപ്പോൾ ഈ പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഉപകരണമാണ് നമ്മുടെ സംഘടന. അതുകൊണ്ട് ഈ സംഘടനയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുക എന്ന ദൗത്യമാണ് നാം ഏവരും ഏറ്റെടുക്കേണ്ടത്. അതിനുള്ള ഊർജം ഈ ജില്ലാ സമ്മേളനത്തിൽ നിന്ന് കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചർച്ചയിൽ നമ്മുടെ സംഘടനയിലെ അംഗത്വ വർധന എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. സമയം 2 മണിയായി. നമ്മളുടെ സമ്മേളനം അതിൻ്റെ അന്ത്യഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഖാക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ പ്രശ്നം. ഈ യോഗ നടപടികൾ മുദ്രാവാക്യം വിളികളോടെ മാത്രം അവസാനിക്കും. അതിനുശേഷം യോഗം അവസാനിക്കും. എല്ലാവരും താഴെ ഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കൃത്യം ടൈം മാനേജ്മെന്റ്. ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക തണൽ വിരിയും, രക്തപതാക തണൽ വിരിയും, വർഗവികാരം സിന്ദാബാദ്, വർഗവികാരം സിന്ദാബാദ്. ഇല്ല ഇല്ല മരിക്കില്ല, ഇല്ല ഇല്ല മരിക്കില്ല, രക്തസാക്ഷി മരിക്കില്ല, രക്തസാക്ഷി മരിക്കില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. AKBRF സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്.